ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC റാങ്ക് ഹണ്ടർ. ഇന്ന് നമ്മൾ LGSന്റെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 7/5 ഏത് സംഖ്യ കൂട്ടിയാൽ 31/15 കിട്ടും? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 7/5 ഏതോ ഒരു സംഖ്യ കൂട്ടിയാലാണ് 31/15 കിട്ടുക. ആ കൂട്ടേണ്ട സംഖ്യയെ എക്സ് ആയിട്ട് എടുക്കുക. 7/5 എക്സ് കൂട്ടിയാൽ ഏതാ കിട്ടുക? 31/15 കിട്ടുക. അപ്പൊ ഇവിടെ ഭിന്നസംഖ്യകളാണ്. അപ്പൊ ഈ ഭിന്നസംഖ്യ 7/5 എന്ന സംഖ്യയെ നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? 31/15 മൈനസ് 7/5 ആകും. ഭിന്നസംഖ്യകൾ കുറയ്ക്കുന്നേരം എന്താ ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പം 31 × 5 ചെയ്യണം. 1 5 5, 3 × 5 15, 155 മൈനസ് 7 × 15. 5 × 7 എത്ര? 35. 5 3 ശിഷ്ടം 1 × 7 7 7 3 10. 105 ഡിവൈഡഡ് ബൈ 15 × 5. 5 × 5 എന്ന് പറഞ്ഞാൽ 25ന്റെ 5 2 ശിഷ്ടാണ്. 1 × 5 5, 5ഉം 2ഉം 7 75. അപ്പോൾ 105ൽ നിന്നും 155ൽ നിന്നും 105 കുറയ്ക്കുക. 5ൽ നിന്നും 5 കുറച്ചാൽ 0. 5ൽ നിന്നും 0 കുറച്ചാൽ 5 തന്നെ. 1ൽ നിന്നും 1 കുറച്ചാൽ 0. 50/75 ആണ് വരിക. ഇതിനെ നമ്മൾ വെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? 50ൽ 2 25 ഉള്ളത്. 75ൽ 3 25. അപ്പോൾ 50നെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 2/3 എന്നാണ് ആൻസർ. അതായത് 7/5 2/3 കൂട്ടിയാലാണ് 31/15 കിട്ടുക. അടുത്ത ചോദ്യം 2 × 5 × 3 മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 6. ഇത് ചെയ്യേണ്ടത് ബോഡ്മാസ് റൂൾ അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പം ബോഡ്മാസ് റൂൾ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ്. ബ്രാക്കറ്റ് ഓഫ് ഉണ്ടെങ്കിൽ ഓഫ്, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ബ്രാക്കറ്റിനുള്ളിലെ ഇത് ചെയ്യുക. 5 × 3 മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 6 ആണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ബ്രാക്കറ്റിനുള്ളിൽ തന്നെ ആദ്യം ചെയ്യേണ്ടതാണ് ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം 7/2. 7/2 എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യയല്ല കിട്ടുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിനെ ഭിന്നസംഖ്യയായിട്ട് എഴുതണം. ഭിന്നസംഖ്യയായിട്ട് 7/2 തന്നെ എഴുതാം. ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ 5 × 3 15 ആണ്. 15 മൈനസ് 7/2 പ്ലസ് 6. ഇതൊരു ബ്രാക്കറ്റിന്റെ ഉള്ളിലല്ലേ വന്നത്. ഇവിടെ എന്തുണ്ട്? പുറത്ത് 2 ഉണ്ട്. 15നെ 6 കൊണ്ട് കൂട്ടുക. അപ്പൊ 6 കൊണ്ട് കൂട്ടി ഏതാ കിട്ടുക? 21. 2 × 21 മൈനസ് 7/2 എന്ന് വരും. ഈ ഭിന്നസംഖ്യയെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 21ന്റെ താഴെ എന്തുണ്ടാകും? ഒരു 1 ഉണ്ടാവുമല്ലോ. അങ്ങനെ ഭിന്നസംഖ്യയായിട്ട് എടുത്ത് ചെയ്യാം. 21 × 2 എന്ന് പറയുന്നത് എന്താണ്? 42 ആണ്. 42 മൈനസ് 7 ഡിവൈഡഡ് ബൈ 2. 1 × 7 7, 1 × 2 2. ഇവിടെ 2 ഉണ്ട് ഗുണിക്കാനും. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോകും. 42ൽ നിന്നും 7 കുറച്ചാൽ എന്താ വരിക? 42ൽ നിന്നും 7 കുറച്ചാൽ 35 അല്ലേ? 35 ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരിക. അടുത്ത ചോദ്യം 0.01 ഹോൾ സ്ക്വയർ പ്ലസ് 0.1 ഹോൾ റേസ്റ്റ് 4 എന്ന തുകയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യാ രൂപം കാണാനാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 0.01 ഹോൾ സ്ക്വയർ കാണണം. 0.01 ഹോൾ സ്ക്വയറിന് എങ്ങനെയാ കാണുക? 0.01 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാല് ഒരു ദശാംശ സംഖ്യ, അതിന്റെ സ്ക്വയർ കാണണമെങ്കിൽ ആദ്യം ആ പോയിന്റ് അല്ലാതെ അതിൽ ഏതാണോ സംഖ്യ വരുന്നത് അതിനെ നോക്കുക.
ഒന്നാണ് ഇതിൽ വരുന്ന സംഖ്യ. ഒന്നിന്റെ സ്ക്വയർ എത്രയായിരിക്കും? ഒന്ന് തന്നെയല്ലേ. ഒന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇനി പോയിന്റ് എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇട്ടത്? 2 സ്ഥാനം കഴിഞ്ഞിട്ടില്ല. 1 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് ഇവിടെ പോയിന്റ് വന്നത്. അപ്പൊ സ്ക്വയർ കാണുന്ന നേരം 2 സ്ഥാനം എന്നുള്ളത് അതിന്റെ ഇരട്ടിയാവുകയാണ് ചെയ്യുക. 2 സ്ഥാനം എന്നുള്ളത് ഉത്തരത്തില് 4 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരിക. അപ്പം ഉത്തരം എന്താ വരിക? 1ന്റെ സ്ക്വയർ 1 ആണ്. പോയിന്റ് വരിക 4 സ്ഥാനം കഴിഞ്ഞിട്ട്. ഒരു സ്ഥാനം ഇത് രണ്ടാമത്തെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക, മൂന്നാമത്തെ സ്ഥാനത്ത് 0, നാലാമത്തെ സ്ഥാനത്തും ഒരു 0 ഇടുക. 4 സ്ഥാനം കഴിഞ്ഞിട്ടാണ് വരിക പോയിന്റ് വരിക. അപ്പൊ പോയിന്റ് 0 0 0 1 ആണ് 0.01 ഹോൾ സ്ക്വയറിന്റെ ആൻസർ വരിക. അടുത്തത് 0.1 ഹോൾ റേസ് ടു 4 കാണണം. 0.1 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 0.1നെ 4 തവണ ഗുണിക്കാം. അതായത് 0.1 ഇൻറ്റു 0.1 ഇൻറ്റു 0.1 ഇൻറ്റു 0.1. 1നെ എത്ര തവണ ഗുണിച്ചാലും 1 തന്നെയല്ലേ ഉത്തരം വരിക. എന്നാൽ ഇവിടെ എത്ര പോയിന്റ് വന്ന്? 1 2 3 4 4 സ്ഥാനത്ത് നോക്കിയിട്ട് വേണം പോയിന്റ് ഇടാൻ. 1നെ ഗുണിച്ചാൽ 1 തന്നെയാണ് ഉത്തരം വരിക. അപ്പൊ 1 എഴുതുക. പോയിന്റ് വരുന്നത് 4 സ്ഥാനം കഴിഞ്ഞിട്ട്. അതായത് 1 2 3 4 4 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരിക. അപ്പൊ 0.01 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.0001. 0.1 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാലും 0.0001. രണ്ടും സെയിം ആണ്. ഇനി അടുത്ത ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ രണ്ടിനെയും കൂടി ആഡ് ചെയ്യാം. അതായത് 0.0001 പ്ലസ് 0.0001 ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 1ഉം 1ഉം 2 0 ഇത് 0 0 0 0 പോയിന്റ് ഇതുപോലെ ആക്കിയിടാം. 0.0002 ആണ് ഇതിന്റെ ആൻസർ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? എന്ന തുകയ്ക്ക് ഇതിന്റെ ആഡ് ചെയ്ത തുകയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യാരൂപം കാണാനാണ് പറഞ്ഞത്. അപ്പൊ ഈ 0.0002നെ നമ്മൾ ഭിന്നസംഖ്യാരൂപത്തിലേക്ക് മാറ്റണം. എങ്ങനെയാ ഭിന്നസംഖ്യാരൂപത്തിലേക്ക് മാറ്റുക? 0.0002 ഇതിനെ ഭിന്നസംഖ്യാരൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ ഇത് എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാ പോയിന്റ്? 4 സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ ഒരു 4 0 ഉള്ള എത്രയാ? 10,000 കൊണ്ട് ഗുണിക്കുക. 10,000 കൊണ്ട് ഗുണിക്കുക. മുകളില് അത് താഴെയും അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോലെ. അതാണ് മുകളിൽ എന്താണോ ചെയ്യുന്നത് അതുപോലെ താഴെയും ചെയ്യണം. താഴെയും 10,000 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? 0.0002 ഇൻറ്റു 10,000 വരുമ്പോൾ എന്ത് വരും? 2 തന്നെയാണ് ആൻസർ വരിക. പോയിന്റ് ക്യാൻസൽ ആയി പോകും. ഡിവൈഡഡ് ബൈ 10,000 ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 2/10⁴ ആണ് വരിക. അപ്പൊ ആൻസർ വരിക ഓപ്ഷൻ ബി 2/10⁴ ആണ് ആൻസർ വരിക. നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ചോദ്യം എന്താണ്? 2 5 14 41 ഇതൊരു ശ്രേണിയാണ്. അപ്പൊ ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ കാണാനാണ് ചോദ്യം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഇവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. 2ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 അല്ലേ. 14ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇനി 41ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 27. 41 14 കുറച്ചാൽ 27 ആണ് വരിക. 3 9 27. എന്താ ഇവ തമ്മിലുള്ള ബന്ധം? 3/1 ആണ് 3. 3 സ്ക്വയർ ആണെന്ത്? 9 എന്ന് പറയുന്നത്. 3 ക്യൂബ് ആണ് 27. അപ്പൊ അടുത്ത സംഖ്യ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/4 ആയിരിക്കും. 3/4 കണ്ടുപിടിക്കാൻ 27നെ 3 കൊണ്ട് ഗുണിക്കുക. എത്ര? 3 21 1 2 ശിഷ്ടം 2 3 6 2 8 81 ആണ് എന്ത്? 3/4 എന്ന് പറഞ്ഞാല്. അപ്പൊ അടുത്ത സംഖ്യ ശ്രേണിയിലെ അടുത്ത സംഖ്യ കാണാൻ ഈ ഡിഫറൻസിനെ ഈ നമ്പറുമായിട്ട് ആഡ് ചെയ്യുക. 81നെ 41 കൊണ്ട് ആഡ് ചെയ്താൽ എത്രയായിരിക്കും? 1 1 2 8 4 12
122. അപ്പൊ അടുത്ത സംഖ്യ ഏതാണ്? 122 ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇതും LGSന് മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. രണ്ട് സംഖ്യകളുടെ ലസാഗു 2000 ഉസാഗ 10 ആണ്. അവയിൽ ഒരു സംഖ്യ 80 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത് എന്നാണ്. അപ്പൊ ലസാഗുവും ഉസാഗയും തന്ന് ഒരു സംഖ്യയും തന്ന് മറ്റൊരു സംഖ്യ കാണാൻ പറഞ്ഞാൽ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. ലസാഗു എന്ന് പറഞ്ഞാൽ എന്താ? LCM. ഉസാഗ എന്ന് പറഞ്ഞാൽ HCF. അപ്പൊ അതിനുള്ള ഇക്വേഷൻ ആണെന്ത്? LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു സംഖ്യകളുടെ ഗുണനഫലം. അതായത് സംഖ്യകൾ എയും ബിയും ആയിട്ട് എടുത്താൽ A ഇൻറ്റു B ആണ് വരിക. അപ്പൊ ഇവിടെ LCM എന്ന് പറയുന്നത് എന്താണ്? 2000 ഇൻറ്റു HCF 10 അല്ലേ? ഇസ് ഈക്വൽ ടു ഒരു സംഖ്യ 80 ആണ്. അപ്പൊ അടുത്ത സംഖ്യയായ B ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ B കാണണമെങ്കിൽ B ഇസ് ഈക്വൽ ടു B എടുക്കാം. ഈ 2000 ഇൻറ്റു 10 അത് ഗുണിച്ചാൽ എന്താ കിട്ടുക? ഈ 0യും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 4 0 വരുടെ 20000 ഡിവൈഡഡ് ബൈ ഈ 80നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. B മാത്രം ഇവിടെ നിർത്തിയാൽ ഈ 80 ഇതിന്റെ താഴേക്ക് വരില്ലേ? അപ്പൊ 80 0യും ക്യാൻസൽ ആയി പോവും. 8ഉം 2ൽ 8 പോവില്ല. 20 എത്ര 8 പോവും? 2 8 16 ആണ്. ബാക്കി ശിഷ്ടം 4. അപ്പൊ 40 വരും. 40ല് 5 8 40 0. ആൻസർ എത്ര വരിക? 250. അപ്പൊ ഒരു സംഖ്യ 80 ആയാൽ അടുത്ത സംഖ്യ എത്ര ആയിരിക്കും? 250 ആണ് അടുത്ത സംഖ്യ. ഇതുവരെ നമ്മൾ LGS എക്സാമിന് മുമ്പ് ചോദിച്ച ഏതാനും ക്വസ്റ്റ്യൻ മാത്രമാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.